അസ്സലാമലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാനും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ മാറാനും നമ്മുടെ ദുരിതങ്ങളും വിഷമങ്ങളും വേദനകൾക്കുമുള്ള പരിഹാരമാണ് ഈ ദിക്ർ അല്ലെങ്കിൽ ഈ ദുആ എന്ന് പറയുന്നത്. നമ്മുടെ കടങ്ങളും ബാധ്യതകളും അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീരാ വിഷമങ്ങളും വേദനകൾക്കുമൊക്കെ പരിഹാരമാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് നടന്നു കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ദുആനെ കുറിച്ചാണ്, ചെറിയ ഒരു ദുആനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാനും ഈ ഒരു പ്രത്യേകമാക്കപ്പെട്ട ദുആ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് നടന്നു കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഈ ദുആയാണ്. ഈ ദുആ നിങ്ങൾ എന്ത് ചെയ്യുക? പതിവാക്കുക. ഈ ദുആയ്ക്ക് വേണ്ടിയിട്ട് 30-ലേറെ മലക്കുകൾ മത്സരിച്ചു എന്നാണ് പറയുന്നത്. അതായത് എഴുതി വെക്കുവാൻ വേണ്ടിയിട്ട് 30-ലേറെ മലക്കുകൾ മത്സരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്രയധികം പ്രാധാന്യം നിറഞ്ഞ ദുആയാണ്. അതിന്റെ നേട്ടങ്ങളൊക്കെ തന്നെയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടി ജീവിതം നന്നായി തീരുകയും ചെയ്യും. റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഈ ഒരു ചെറിയ ദുആയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അത് ഏത് രീതിയിലാണ് എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ നിസ്കരിക്കുന്ന വേളയിൽ ഇഗ്തിദാലിൽ ചൊല്ലുക. അതായത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇഗ്തിദാലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഒരു ചെറിയ ദുആ പഠിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുരുകി ദുആ ചെയ്താൽ അത് ഇഗ്തിദാലിൽ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വളരെയധികം നേട്ടങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഈ നിങ്ങൾ അയക്കുന്ന കമന്റുകൾ അത്രയും ഞാൻ കാണുന്നുണ്ട്. എന്റെ ദുആയിൽ, എന്റെ കുടുംബത്തിന്റെ ദുആയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും. തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ കിട്ടുന്ന സ്വതക്ക നിങ്ങൾ പാഴാക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ തമ്മയിൽ അറിഞ്ഞുകൂടാത്ത ആളുകളിലോട്ടും കൂടെയാണ് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചു പോവുക. അവരും കൂടെ ആരെങ്കിലും ഒരാളും കൂടെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചാനൽ കയറി കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നതിൽ സംശയമേ ഇല്ല. ഓരോ ദുആയും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ മനസ്സുരുകി നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും വേദനകളും പ്രയാസങ്ങളും അള്ളാഹുവിനോട് ദുആകളിലൂടെയും ദിക്റുകളിലൂടെയും ഒക്കെ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിസ്കാരം നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ദുആകളും ദിക്റുകളുമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാവരും കയറി കാണുക. താല്പര്യമില്ലാത്തവർ ഇത് കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് അടിച്ചു പോവുക. തീർച്ചയായിട്ടും ചാനലിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നേടുക. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഈ ദുആകളും ദിക്റുകളും ഒക്കെ ചെറിയ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഇത് കാണുക, അതുപോലെ ജീവിതത്തിൽ പകർത്തുക. ഇൻഷാ അല്ലാഹ് ഇനിയും മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.